ഹായ് കൂട്ടുകാരെ, നമുക്ക് നല്ല സൂപ്പർ അയലക്കറി വെച്ചാലോ? പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം കൂട്ടാൻ പറ്റുന്ന, കപ്പയ്ക്കും എല്ലാം കൂട്ടാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ആദ്യം എണ്ണ ഒഴിക്കുക. സവോള ഇടുക. സവോള നന്നായിട്ട് ഒരുവിധം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. നന്നായിട്ട് വഴറ്റുക. ശേഷം തേങ്ങ ഇടുക. ഒരു പച്ചമുളകും തേങ്ങയും അത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കിലോ അയലയ്ക്കാണ് ചെയ്യുന്നത്. അന്നേരം 2, 3, 4 ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ട് യോജിപ്പിക്കുക. അതിൻ്റെ പച്ച കുത്തലൊക്കെ മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കരിഞ്ഞു പോകല് കേട്ടോ. അതിൻ്റെ ആ കുത്തൽ മണമെല്ലാം മാറിക്കഴിഞ്ഞ് ഇപ്പം ആയിട്ടുണ്ടേ. ഇപ്പോഴത്തേക്ക് നമുക്ക് 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം തക്കാളി ഇടില്ല. തക്കാളി ഇട്ടാൽ പിന്നെ അതിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് മറ്റേ ഉള്ളിയും ഇഞ്ചിയൊക്കെ വഴരാൻ താമസിക്കും. ഒന്ന് ചൂടായാൽ മതി. തക്കാളി ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരണമെന്നില്ല. ഒന്ന് ചൂടായാൽ മതി. ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ആയിട്ടുണ്ടേ. ഇതിനെ ഇച്ചിരി നേരം തണുക്കാൻ വെക്കുക. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ നമ്മുടെ മസാല അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. നമുക്ക് ചട്ടി അടുപ്പ് വെക്കാം. തീ കത്തിക്കാം. നമ്മുടെ മസാല ഇതിനകത്തോട്ട് ഒഴിക്കാവേ. അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കുക. 1/2 ജാറ് കഴുകിയ വെള്ളം. അരപ്പിൻ്റെ വെള്ളവും അരപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ പുളി വേവിച്ച് വെച്ച വെള്ളമുണ്ട്. കുടംപുളി വേവിച്ച് വെച്ച വെള്ളമുണ്ട്. അതൊരു 1/4 കപ്പിന് താഴെ അതിൻ്റെ പുളി അനുസരിച്ച് ഒഴിക്കുക കേട്ടോ. ഇളക്കി യോജിപ്പിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. എന്നിട്ട് നന്നായിട്ട് അതവിടെ നിന്ന് തിളക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ഇടുക. എൻ്റെ കാര്യം മറന്നുപോയി ഞാൻ പറയാം.
അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുവേ. ഉപ്പ് കല്ല ഞാൻ ഇടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടിടാവേ. നമ്മുടെ അരപ്പ് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ടേ. അതിലേക്ക് നമുക്ക് നമ്മുടെ അയില കഷ്ണമാക്കി വെച്ചേക്കുന്നത് എടുത്തിടാം. കൂടുതൽ കുറച്ച് 2 പച്ചമുളകും ഇച്ചിരി 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതും ഇട്ട് കൊടുക്കാവേ. നമുക്ക് 10 മിനിറ്റ് മൂടി വയ്ക്കാവേ. നമ്മുടെ മീൻകറി 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ആഹാ, എന്താ സൂപ്പർ മീൻകറി! പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷൻ. പൊറോട്ടയ്ക്ക് നല്ല സൂപ്പറാണേ. നിങ്ങൾ കഴിച്ച് നോക്കിയോ, ഉണ്ടാക്കി നോക്കിയോ. കഴിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് റിസൾട്ട് പറയണം കേട്ടോ. നല്ല അടിപൊളിയാണേ. നമുക്ക് നല്ല 2-3 കറിവേപ്പിലും കൂടെ വയ്ക്കാം. ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? വെച്ച് നോക്കണേ.